മറ്റൊരു കൺസെപ്റ്റാണ് പവർ നാപ്പ്. അതായത് അത് പല രാജ്യങ്ങളിലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഉച്ച സമയങ്ങളിൽ അതൊരു 20 തൊട്ട് 30 മിനിറ്റ് വരെ മാക്സിമം കുറച്ച് നേരത്തേക്ക് ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം, ഒരു പവർ നാപ്പ്. അത് രാത്രി നല്ല രീതിയിൽ ഉറങ്ങിയതിനു ശേഷം രാവിലെ ജോലി ചെയ്യുന്നു. ഒരു ഉച്ചയൊക്കെ ആകുമ്പം ഉച്ചക്കത്തെ ലഞ്ചിന് ശേഷം കുറച്ച് നേരത്തേക്ക് അവരെ ഉറങ്ങാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. സൈസ എന്നാണ് അതിനെ പറയുന്നത്. ഈ പവർ നാപ്പിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. നമുക്കൊരു സ്ലീപ്പിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു 90 തൊട്ട് 120 മിനിറ്റ് വരെ എടുക്കും. പക്ഷേ ഈ ഒരു പവർ നാപ്പിലൂടെ നമ്മുടെ ഒരു ലൈറ്റ് സ്ലീപ്പ്, ഒരു മോഡറേറ്റ് സ്ലീപ്പ് വരെയൊക്കെ ഒന്ന് പോകും. അത് ബേസിക്കലി ടെമ്പററി ആയിട്ട് നമുക്ക് വരുന്ന ഒരു ക്ഷീണം അതിജീവിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പം പവർ നാപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് ഈവനിങ് ടൈമിൽ കുറച്ചും കൂടി നല്ല ഊർജ്ജമായിട്ടല്ല, കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അതിനാണ് പവർ നാപ്പ് എൻകറേജ് ചെയ്യുന്നത്. പക്ഷെ പവർ നാപ്പിന്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഒരിക്കലും ലേറ്റ് ആവില്ല. അതായത് നമ്മൾ 10 മണിക്ക് ഉറങ്ങുന്ന ആൾക്കാർ ഒരു 2 മണിക്ക് മുമ്പെങ്കിലും പവർ നാപ്പ് കംപ്ലീറ്റ് ചെയ്യണം. വൈകുന്നേരങ്ങളിൽ പവർ നാപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ രാത്രി ഉറങ്ങാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഉറക്കം കറക്റ്റായി വരത്തില്ല. അപ്പം എപ്പോഴും ഒരു 7-8 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ പവർ നാപ്പിന്റെ ടൈം നമ്മൾ നിശ്ചയിക്കാൻ. പവർ നാപ്പ് ചെയ്യുന്നതിൽ തെറ്റില്ല. അത് പലപ്പോഴും അത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഹാബിറ്റാണ്. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, രാത്രി ഉറങ്ങുന്നത് തന്നെയാണ് എപ്പോഴും ഹൈ ക്വാളിറ്റി സ്ലീപ്പ്. അത് മുറിച്ചുറങ്ങുന്നത് ഒരിക്കലും രാത്രിയുടെ അത്രയും വരത്തില്ല. പക്ഷെ നമുക്ക് രാത്രി സമയം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ സമയത്ത് ഉറങ്ങുന്നതിൽ തെറ്റില്ല. അത് കുറച്ചും കൂടി നമ്മളെ ബോഡിനെ കുറച്ചും കൂടി ആ ഒരു ക്ഷീണം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.